സോണ്ട് ഓപ്പണിംഗ് സീനിൽ ചെമ്പമുടിയൻ ഇപ്പൊ പയ്യനുമായിട്ട് ഉഷാറായിട്ട് ഓടുകയാണ്. അവർ ഒരുപാട് നേരം ആ ബിൽഡിംഗ് മുഴുവൻ ചുറ്റി നടന്നിട്ടും ഒരുപാട് റൂമുകൾ തുറന്ന് കണ്ടിട്ടും അവിടെ എവിടെയും അവർക്ക് ഹീറോയെ മാത്രം കണ്ടെത്താൻ കഴിയില്ല. അതിനാ പയ്യൻ ഇപ്പൊ ചെമ്പമുടിയനോട് പറയും, നീ ഇത് കാണുന്നില്ലേ, നമ്മൾ വന്ന വഴിയിലൂടെയാണ് വീണ്ടും വീണ്ടും വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ചെമ്പമുടിയനും ഒന്ന് ചുറ്റും നോക്കും. അവൻ പറഞ്ഞത് കറക്റ്റാണ്. അവര് വന്ന വഴിയിലൂടെ തന്നെയാണ് ഇപ്പൊ ഒരുപാട് നേരമായിട്ട് വീണ്ടും വീണ്ടും കയറി ഇറങ്ങി നടക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കാര്യമായിട്ട് ചിന്തിച്ച് കറക്റ്റായിട്ടുള്ള പാത്ത് കണ്ടെത്തി അതുവഴി പോകാമെന്ന് പറഞ്ഞ് അവരിപ്പോ പതിയെ മുൻപോട്ടേക്ക് നടക്കും. അതേസമയം ഇവിടെ ടാൻസിറോ അവനാണെങ്കിൽ വീണ്ടും വീണ്ടും ആ ഫ്ലിപ്പാവുന്ന റൂമിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു വിധത്തില് അവൻ ബാലൻസ് ചെയ്യും, പക്ഷെ അപ്പോഴേക്കും വീഴാണ് ഒരു സ്ട്രൈക്ക് അവന്റെ ബോഡിയിൽ. ഹീറോ ആണെങ്കിൽ അതിൽ നിന്നും ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഇപ്പൊ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അതിനുശേഷം അവന്റെ വാള് വീശി ആ ഒരു ഡീമനോട് പറയും, ഒരു കാരണവശാലും ഇനി ഒരു കുട്ടിയെപ്പോലും തിന്നാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. എന്റെ സ്ലെയർ പവർ അതെന്താണെന്ന് നീ അറിയും. ആ ഡീമൻ ആണെങ്കിൽ ഫുൾ കരുപ്പില് ഹീറോയോട് പറയും, ഇവിടെയുള്ളവരെ എല്ലാവരെയും ഞാൻ തിന്നും. മാത്രമല്ല ഞാൻ ആ 12 ക്യൂസിക്കിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരും. എന്നെ തടയാൻ നീ എന്നല്ല മറ്റേത് ഡീമൺ സ്ലെയറിനും സാധിക്കില്ല. ഡീമൺ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ വമ്പം കലിപ്പില് അവന്റെ ആ ബാൻഡിൽ വീണ്ടും വീണ്ടും ആഞ്ഞടിക്കുകയാണ്. അതിലടിക്കും തോറും അവനവന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ അവനവന്റെ മ്യൂസീഷ്യൻ ഹെഡിന്റെ അടുത്തേക്ക് അവൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പുതിയ മ്യൂസിക് അവതരിപ്പിക്കാനായിട്ട് വരികയാണ്. അതിനവന്റെ ഹെഡാണെങ്കിൽ ആ മ്യൂസിക് വായിച്ച് അവനോട് ദേഷ്യപ്പെട്ട് പറയും, സത്യത്തിൽ നീ എന്തിനാണ് വെറുതെ ഈ പേനയും പേപ്പറും ഒക്കെ വേസ്റ്റ് ചെയ്യണേ, നിന്നെ കൊണ്ട് ഇതിനൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് അതവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. അതിനുശേഷം അവന്റെ മുൻപിൽ വെച്ച് തന്നെ ആ പേപ്പറുകളിൽ ചവിട്ടി മെത്തിക്കുകയാണ്. ഓൾറെഡി ഡീമനായി മാറിയിരുന്ന അവന് അത് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. അവനവന്റെ മനസ്സിൽ അത്രയും കാലം ഉണ്ടായിരുന്ന ദേഷ്യം അത് മുഴുവൻ ആളുടെ ദേഹത്ത് തീർത്ത് ആളെ കൊന്നു തള്ളും. കട്ട് ചെയ്ത പ്രസന്റില് ഡീമൻ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വളരെ സ്പീഡില് അതിൽ കൊട്ടിക്കൊണ്ടേയിരിക്കും. ഡീമൺ അതിൽ കൊട്ടുംതോറും ഹീറോയ്ക്കാണെങ്കിൽ ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ലാതെ അവൻ അങ്ങനെ മറിഞ്ഞു വീണുകൊണ്ടേയിരിക്കുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇവിടെയും തന്നെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. ഹീറോ താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോഴായിരിക്കും താഴെ കിടക്കുന്ന ഒരുപാട് പേപ്പേഴ്സ് കാണുക. അത് വെറും പേപ്പർ അല്ല, ആ ഡീമൺ ക്രിയേറ്റ് ചെയ്ത അവന്റെ മ്യൂസിക്സ് ആണ്. ഹീറോ ആണെങ്കിൽ അതിലൊന്നിലും ചവിട്ടാതെ ആ പേപ്പറുകൾക്കിടയിലൂടെ മാറി മാറി പോവാണ്. അത് കാണുമ്പോൾ ആ ഡീമൺ അത്ഭുതം തോന്നും. ഡീമൺ അതിന്റെ സ്ട്രൈക്കിംഗ് പവർ ഉപയോഗിച്ചും ഹീറോയെ നിർത്താതെ അറ്റാക്ക് ചെയ്യും. അപ്പോഴും ഹീറോ ആണെങ്കിൽ ആ ഒരു പേപ്പേഴ്സിലുള്ള മ്യൂസിക് അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് അവൻ ഓരോ അറ്റാക്കിൽ നിന്നും മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. ഹീറോ ആണെങ്കിൽ വാട്ടർ ബ്രീത്തിങ് യൂസ് ചെയ്ത് അവിടെ വാട്ടർ ക്രിയേറ്റ് ചെയ്യും. അതിലൂടെ ആ വില്ലന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയാണ്. ഹീറോ അവന്റെ ക്ലോസ് എത്തുമ്പോഴേക്കും അവൻ ആ ത്രെഡ് ക്രിയേറ്റ് ചെയ്ത് കിട്ടുകയാണ്. വാട്ടർ ബ്രീത്തിങ് 9 ഫോം അതുപയോഗിച്ച് അവനെ വെട്ടാനായിട്ട് പാഞ്ഞടുക്കും. അവസാനമായിട്ട് ഹീറോ അവനോട് പറയും, നിന്റെ ബ്ലഡ് ഡീമൻ ആർട്ട് അത് അടിപൊളിയാണെന്ന് പറഞ്ഞ് സ്ക്വാഡ് വെച്ച് കറക്റ്റായിട്ട് ഒറ്റ വെട്ട്. ആ ഒരു വെട്ടില് അവന്റെ തല തെറിച്ചു പോവും. ചോര തുളുമ്പി ജീവനറ്റ് ആ ഡീമൺ താഴേക്ക് വീഴുകയാണ്. ഹീറോ ആണെങ്കിൽ അവനെ വെട്ടി താഴെയിട്ട് തെറ്റായ രീതിയിൽ ശ്വാസം എടുക്കും. ഉടനെ നെഞ്ചിന് ഒരുപാട് പെയിനായി വേദനയിൽ താഴേക്ക് വീഴുകയാണ്. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പ ട്വിസ്റ്റ്. ആ ഡീമൺ അവൻ ഇതുവരെ മരിച്ചിട്ടില്ല. അവൻ ഹീറോയോട് ചോദിക്കും, സത്യം പറയും, എന്റെ ബ്ലഡ് ഡീമൻ ആർട്ട് അത് ശരിക്കും നല്ലത് തന്നെയാണോ? അതിന് ഹീറോ പറയും, അതെ, പക്ഷേ നിന്റെ നേച്ചർ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല, നീ മരിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ഡീമൺ പെണ്ണു കൊടുത്ത സ്പെഷ്യൽ കത്തി അത് പുറത്തേക്ക് എടുക്കുകയാണ്. കാരണം ഇവന്റെ ബ്ലഡ് സാമ്പിൾ അത് കളക്ട് ചെയ്യണം. അത് കറക്റ്റായിട്ട് ഹീറോ അവന്റെ ബോഡിയിലേക്ക് വലിച്ചെറിഞ്ഞ് അവന് ആവശ്യമുള്ള അത്രയും ബ്ലഡ് കളക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് ആ ഡീമൺ ലേഡിയുടെ പൂച്ച അത് അവിടേക്ക് വരും. അതിന്റെ പുറകിലുള്ള കിറ്റില് ആ കത്തി സേഫ് ആക്കി വെച്ച് അതിനെ പറഞ്ഞയക്കും. ഹീറോയ്ക്കാണെങ്കിൽ അപ്പോഴായിരിക്കും ആ കുട്ടികളെ കുറിച്ച് ഓർമ്മ വരിക. അവൻ അവസാനമായിട്ട് ആ ഡീമണോട്, നിന്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ, അടുത്ത ജന്മത്തിൽ ഡീമൺസ് ഒന്നും അറ്റാക്ക് ചെയ്യാത്ത ഒരു ഹ്യൂമൻ ആയിട്ട് ആയുഷ്കാലം മുഴുവൻ ഹാപ്പി ആയിട്ട് നല്ലൊരു മ്യൂസീഷ്യനായിട്ട് നിനക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. അത് കേട്ട് ആ ഡീമന്റെ കണ്ണിൽ നിന്ന് ഇപ്പോ അവസാനത്തെ ഇറ്റ് കണ്ണീരും താഴേക്ക് വീഴും. ഹീറോ ആണെങ്കിൽ ടെൻഷനായി ഇപ്പൊ അടുത്തുണ്ടായിരുന്ന റൂമുകളിലൂടെ എല്ലാം തന്നെ കയറി ഇറങ്ങി നടക്കുകയാണ്. ഒരു റൂം തുറക്കേണ്ട താമസം ഒരു ബുക്ക് നേരെ വന്ന് ഹീറോയുടെ തലക്കിടിക്കും. അതെറിഞ്ഞത് ആ കുട്ടികളാണ്. അവര് ഡീമൻ ആയിരിക്കും എന്ന് കരുതിയാണ് കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് ഹീറോയെ എറിഞ്ഞത്. ആണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഡീമനെ ഞാൻ കൊന്നു, നിങ്ങളിപ്പോ സേഫാണ്, ഇത് ഞാനാണെന്നൊക്കെ പറഞ്ഞ് ഹീറോ ആണെങ്കിൽ അവരെ സമാധാനിപ്പിച്ച് ആ പരുക്ക് പറ്റിയ പയ്യനെ അങ്ങനെ തോളത്തെടുത്ത് അവളുമായിട്ട് പുറത്തേക്ക് വരികയാണ്. അടുത്ത നിമിഷം തന്നെ
ആ എക്സിറ്റ് ഡോറ് അതുവഴി ചാടി അവർ പുറത്തേക്ക് വരും. ഹീറോ പുറത്തേക്ക് എത്തുമ്പോൾ തന്നെ അവന് വല്ലാതെ ബ്ലഡിന്റെ സ്മെല്ല് കിട്ടുകയാണ്. ഹീറോ കാണും നമ്മുടെ ചെമ്പമുടിയൻ ഹീറോയുടെ ആ ബോക്സ് അത് കവർ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അവനെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്ത് ആ പന്നി തലേനും. ഹീറോയെ കണ്ട് ചെമ്പമുടിയൻ ഒരുപാട് സന്തോഷാവും. അവൻ വിളിച്ചു പറയും, ടാഞ്ചറോ, ഒരുപാട് നേരമായി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിന്റെ ഈ ബോക്സ് അതിവൻ എടുക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ ഇത്രയും നേരവും ഇതിവന് വിട്ടുകൊടുക്കാതെ പ്രൊട്ടക്ട് ചെയ്തു. അവൻ എന്നെ ഒരുപാട് അടിച്ച് പരിക്കേൽപ്പിച്ചു. ഹീറോ ഷോക്കായിട്ട് ഇപ്പോൾ ചെമ്പമുടിയൻ്റെ അടുത്തേക്ക് ഓടി വരും. ചെമ്പമുടിയൻ ഹീറോയെ നോക്കും. നിന്റെ ജീവനെ കഴിഞ്ഞും വലുതായ എന്തോ ഒന്നല്ലേ ഈ പെട്ടിയിൽ, അതിനെ എൻ്റെ ജീവൻ കൊടുത്തും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ചെമ്പമുടിയനും ആ പയ്യനും അവർ രണ്ടുപേരും താഴേക്ക് വീഴാണ്. വീഴുന്ന വീഴ്ചയിൽ ചെമ്പമുടിയനാണെങ്കിൽ അവന്റെ ബോധം നഷ്ടപ്പെടും. അല്പസമയം കഴിയുമ്പോൾ അവൻ കണ്ണു തുറന്ന് നോക്കും. ആ പയ്യന് കുഴപ്പമൊന്നുമില്ല, അവൻ സേഫാണ്. അവനാണെങ്കിൽ ഇപ്പൊ ചെമ്പമുടിയനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. ഈ കറക്റ്റ് സമയത്ത് എന്നെ ക്യാച്ച് ചെയ്തതുകൊണ്ടാണ് എനിക്ക് പരിക്കൊന്നും പറ്റാതിരുന്നത്. പക്ഷേ എന്താ, നീ നിലത്തടിച്ചു വീണു, അതുകൊണ്ട് നിന്റെ ബോധം പോയി. അത് കേട്ട് ചെമ്പമുടിയൻ അവന്റെ തലയുടെ പിൻഭാഗത്ത് ഒന്ന് തൊട്ട് നോക്കുകയാണ്. അവന്റെ കയ്യിൽ മുഴുവൻ ചോര. ചെമ്പമുടിയൻ അത് കണ്ട് പേടിച്ച് നോ എന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങും. അവൻ ആ ബ്ലഡൊക്കെ കണ്ട് പേടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ പന്നിത്തലയൻ അത് പുറത്തേക്ക് വരിക. എനിക്ക് ഡീമണെ കിട്ടി, ആ പെട്ടിയിൽ എനിക്ക് ആവശ്യമായ ഡീമൺ ഉണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ പെട്ടി ലക്ഷ്യമാക്കി ഓടുകയാണ്. ചെമ്പമുടിയനാണെങ്കിൽ ഈ ഒരു പന്നിത്തലേനെ എവിടെയോ കണ്ടിട്ടുണ്ട്. അവൻ കാര്യമായിട്ട് ആലോചിക്കും, അവൻ കണ്ടത് മറ്റെവിടെയോ അല്ല, ആ ഫൈനൽ ടെസ്റ്റിന്റെ സമയത്ത് ഇവനും ഉണ്ടായിരുന്നു. ഇവനും അതിൽ ജയിച്ച ഒരാളാണ്. പക്ഷെ വളരെ നേരത്തെ തന്നെ ഇവൻ അവിടുന്ന് പോയിരുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ആർക്കും ഇങ്ങനെയൊരു ഡീമൺ സ്ലെയറിനെ കുറിച്ച് അറിയാൻ കഴിയാഞ്ഞത്. അവൻ ആ പെട്ടിയെ ലക്ഷ്യമാക്കി സ്ക്വാഡൊക്കെ എടുത്ത് വീശി പോകുന്നത് കാണുമ്പോഴായിരിക്കും ചെമ്പമുടിയൻ അവൻ ഹീറോ പറഞ്ഞ കാര്യം ആലോചിക്കുക. ഹീറോ ജീവന തുല്യം കാണുന്ന അവന്റെ പെട്ടിയാണത്. എത്രയും വേഗം അത് പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവനിപ്പോ ഉഷാറായിട്ട് ചാടിയോടി ആ പെട്ടിക്ക് നേരെ പോവും. പന്നിത്തലേനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ചെമ്പമുടിയനെ കണ്ടിട്ട് നീ ആരാണെന്ന് ചോദിക്കും. അതിന് ചെമ്പമുടിയൻ പറയും, നിനക്കെന്നെ ഓർമ്മയില്ലേ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ആ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. നിന്നെപ്പോലെ ഞാനും ഒരു ഡീമൺ സ്ലെയർ ആണ്. പന്നിത്തലേനാണെങ്കിൽ അവനെ അടിമുടിയൊന്ന് നോക്കും. നീ ആരായാലും എനിക്കൊന്നുമില്ല, മാറി നിൽക്ക്, ഈ പെട്ടിക്കുള്ളിൽ ഒരു ഡീമൺ ഉണ്ട്. പക്ഷെ ചെമ്പമുടിയനാണെങ്കിൽ മാറാതെ തീർത്തു പറയും, ഇത് എന്റെ ഫ്രണ്ട് ടാഞ്ചറോടെ ബോക്സ് ആണ്, ഇത് തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അവനും നമ്മളെ പോലെ ഒരു ഡീമൺ സ്ലെയർ ആണ്, എനിക്ക് ഈ ബോക്സ് പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. സത്യത്തിൽ നമ്മുടെ ചെമ്പമുടിയൻ വളരെ നേരത്തെ തന്നെ ആ ബോക്സിൽ ഒരു ഡീമൺ ആണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതാണ്. അവനെ കൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാത്തിൻ്റെയും ശബ്ദം കേൾക്കാനായിട്ട് കഴിയും. ചെമ്പമുടിയനാണെങ്കിൽ വീണ്ടും വീണ്ടും ആ പന്നിത്തലേനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ ചെമ്പമുടിയനെ അവിടുന്ന് തള്ളി മാറ്റി ആ ഒരു പെട്ടിയെ ആഞ്ഞു വെട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും ചെമ്പമുടിയൻ തലനാരിഴയ്ക്ക് ആ ബോക്സിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരും. പന്നിത്തലേനാണെങ്കിൽ ഇപ്പോ ചെമ്പമുടിയനെ പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. ആ കാഴ്ച കണ്ടാണ് നമ്മുടെ ഹീറോ അവൻ കറക്റ്റ് സമയത്ത് അവിടേക്ക് ചാടി വീഴുക. ടാഞ്ചറോ ആണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പോ ആ പന്നിത്തലേനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് ഓടി അടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.